പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം മുറുകുന്നു. ഇറാന്റെ ബുഷേർ പ്രവിശ്യയിൽ വെച്ച് അമേരിക്കയുടെ ശത്രുവിമാനം വെടിവെച്ചിട്ടെന്ന ഇറാന്റെ അവകാശവാദം US സൈന്യം തള്ളി. ഇതോടെ ഹോർമൂസ് കടലിടുക്കിന് സമീപം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക പിരിമുറുക്കം അതിന്റെ ഉച്ചസ്ഥായിലെത്തി. വെള്ളിയാഴ്ച പുലർച്ചെ ബുഷേർ പ്രവിശ്യയിലെ ജാം മേഖലയിൽ അതിക്രമിച്ചു കയറിയ അമേരിക്കൻ വിമാനത്തെ തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനം വിജയകരമായി തകർത്തുവെന്നാണ് ഇറാൻ സ്റ്റേറ്റ് ടെലിവിഷൻ റിപ്പോർട്ട് ചെയ്തത്. ശത്രുവിമാനത്തെ തടഞ്ഞതോടെ നഗരം സാധാരണ നിലയിലായെന്നും ജാം കൌണ്ടി ഗവർണർ മസൂദ് താങ്കേസ്താനി വ്യക്തമാക്കി. ഇറാന്റെ അർദ്ധ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ തസ്നീമും ഈ വാർത്ത സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഇറാന്റെ റിപ്പോർട്ടുകൾ അടിസ്ഥാനരഹിതമാണെന്ന് US സെൻട്രൽ കമാൻഡ് പ്രതികരിച്ചു. മേഖലയിൽ അമേരിക്കയുടെ ഒരു വിമാനവും തകർക്കപ്പെട്ടിട്ടില്ലെന്നും എല്ലാ വിമാനങ്ങളും സുരക്ഷിതമാണെന്നും സെൻട്രൽ കമാൻഡ് Xലൂടെ അറിയിച്ചു. ഇറാൻ മാധ്യമങ്ങൾ ജനങ്ങളിൽ പരിഭ്രാന്തി പരത്താൻ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുകയാണെന്നാണ് അമേരിക്കയുടെ നിലപാട്. വിമാനത്തെ ചൊല്ലിയുള്ള തർക്കം നിലനിൽക്കെ തന്നെ ഹോർമൂസ് കടലിടുക്കിൽ US ബന്ധമുള്ള 4 കപ്പലുകളെ ഇറാൻ റവല്യൂഷണറി ഗാർഡ് ലക്ഷ്യം വെച്ചതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ഇതിന് തിരിച്ചടിയായി ഇറാന്റെ എണ്ണ വ്യാപാര ശൃംഖലയ്ക്കുമേൽ അമേരിക്ക പുതിയ സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തി. ഇറാന്റെ സൈനിക ശേഷി വർദ്ധിപ്പിക്കാൻ എണ്ണ വരുമാനം ഉപയോഗിക്കുന്നത് തടയുക എന്നതാണ് പുതിയ ഉപരോധത്തിന്റെ ലക്ഷ്യമെന്ന് US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസെറ്റ് പറഞ്ഞു. മേഖലയിൽ സുരക്ഷാ ഭീഷണി വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഏത് പ്രകോപനത്തിനും ശക്തമായ മറുപടി നൽകുമെന്ന മുന്നറിയിപ്പും അമേരിക്ക നൽകിയിട്ടുണ്ട്.